കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ നടപടിയുമായി ദേശാഭിമാനി. കെ.ആർ. അജയനോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. ഒന്നുകിൽ അവധി അല്ലെങ്കിൽ രാജിവെക്കണമെന്നതാണ് നിർദ്ദേശം. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനാണ് വാക്കാൽ നിർദ്ദേശം നൽകിയത്. അജയനെ നേരത്തെ വാരാന്ത്യപതിപ്പിന്റെ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിന് പിന്നാലെ കെ.ആർ. അജയനെ വാരാന്ത്യപതിപ്പ് എഡിറ്റർ സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. കൂടാതെ അജയന്റെ ഓഫീസ് താഴിട്ട് പൂട്ടുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അജയനോട് നിർബന്ധിത അവധിയിൽ പോകാൻ നിർദ്ദേശം നൽകിയത്. ദേശാഭിമാനി ചീഫ് എഡിറ്റർ പുത്തലത്ത് ദിനേശനാണ് വാക്കാൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവധിയിൽ പോവുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ ചെയ്യണം എന്നാണ് ദേശാഭിമാനിയുടെ ആവശ്യം. അതേസമയം വിവാദം പുറത്തു സംവദിക്കാൻ ദേശാഭിമാനിയോ CPM നേതൃത്വമോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. തിരുവനന്തപുരം പുല്ലംപാറയിലെ നാടക പ്രവർത്തകൻ വിജയനെ കുറിച്ചുള്ള ലേഖനമാണ് വിവാദത്തിനിടയായത്. കള്ളൻ വിജയൻ എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിക്കാനൊരുക്കിയതാണ് വിവാദത്തിൽ കലാശിച്ചത്. കള്ളൻ വിജയൻ എന്ന ഫീച്ചർ ഒഴിവാക്കണമെന്ന് സോഫ്റ്റ് കോപ്പി പരിശോധനാ സമയത്ത് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ ഫീച്ചർ നൽകണമെന്നും അതിൽ പാർട്ടി വിരുദ്ധമായി ഒന്നും തന്നെ ഇല്ല എന്നുമായിരുന്നു എഡിറ്ററായിരുന്ന അജയന്റെ നിലപാട്. തുടർന്ന് തർക്കം രൂക്ഷമായതോടെ വാരാന്ത്യപതിപ്പ് പിൻവലിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള ഓർമ്മക്കുറിപ്പ് അടങ്ങിയ വാരാന്ത്യപതിപ്പാണ് പിൻവലിച്ചത്. പിൻവലിച്ച വാരാന്ത്യപതിപ്പിലെ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതും അജയനാണ് എന്നാണ് ദേശാഭിമാനിയും CPM നേതൃത്വവും കരുതുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അജയനെതിരായ പ്രതികാര നടപടി. ജനം, തിരുവനന്തപുരം.